ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. മാളൂസ് വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല, ഷെയർ ചെയ്യണില്ല, അങ്ങനെ ഒരു പരാതി ആദ്യമേ പറയുകയാണ്. പിന്നെ കുറേ നാളായി ഞങ്ങൾ ഇട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ മടിയായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്നും കൂടി തുടങ്ങാം. ഇനിയിപ്പം ഞങ്ങൾ വീഡിയോസ് ഇങ്ങനെ റെഗുലറായിട്ട് ഇടാത്തത് കൊണ്ടാണോ ആൾക്കാർ കാണാത്തതെന്നുള്ളൊരു ഇത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീണ്ടും വീഡിയോസൊക്കെ എന്തായാലും ഞങ്ങളുടെ ഒരു ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോസിൽ പറയാൻ പോകുന്നത്. മാളൂസ് വേൾഡിൽ ആദ്യം കണ്ട വീഡിയോയിൽ ഒരാളുണ്ടായിരുന്നില്ല. ആരാണ്? മാതങ്കി ഉണ്ടായല്ലോ. മാതങ്കി പുതിയ ആളാണ് കേട്ടോ. അപ്പം മാതങ്കി മനോജ് എന്നല്ലേ പേര്? മാളുവിൻ്റെ അനിയത്തി മാതങ്കി. അപ്പൊ നമുക്കിന്ന് വീഡിയോസ് ഇടാന്ന് പറഞ്ഞ ചോട്ടു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ചോട്ടു പറഞ്ഞേ, എവിടെ പോണ്? അവിടെ പോണോ? അടുക്കളയിൽ പണിയുണ്ടോ? അപ്പം ഞങ്ങൾ എന്തായാലും ഇന്ന് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുണ്ട്. ഉച്ചക്കലത്തെ ഭക്ഷണം റെഡിയാക്കണത് അതൊക്കെ. അപ്പം പുതിയ വീഡിയോ ആണ്, എല്ലാവരും കാണണം, മുഴുവൻ കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും വീണ്ടും പറയണ്ട, സബ്സ്ക്രിപ്ഷനൊക്കെ കുറവാണ്. അപ്പം എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞങ്ങൾക്ക് കൊടപ്പുള്ളിക്ക് ഉണ്ട് കേട്ടോ. അപ്പം കൊടപ്പുള്ളി ഉണക്കലാണ് നമ്മുടെ പണി. രാവിലത്തെ പണിയാണ് കൊടപ്പുള്ളി ഉണക്കൽ. അമ്മക്ക് നാണം വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ തുണികളൊക്കെ ഇങ്ങനെ ഇട്ടേക്കാണ്. ഇപ്പം മഴക്കാലമല്ലേ, അപ്പം ഉണങ്ങാത്ത തുണികളൊക്കെ ഞങ്ങൾ ഇട്ടേക്കാണ്. ഇനി ഞങ്ങളുടെ വീട്ടിൽ 2 കിളികളുണ്ട്. 4 കിളികളുണ്ടായിരുന്നു. 2 എണ്ണത്തിന് ഇവർ തന്നെ കൊത്തി കൊന്നു കളഞ്ഞു. അങ്ങനത്തെ കിളികളാണ്. അതെ കണ്ട, നോക്കണണ്ട കണ്ട, 2 എണ്ണം ഉണ്ട് അതിൻ്റെ അകത്തുണ്ട്. ചോക്കുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. വന്നേക്ക് ചോട്ടു. എന്താ ചോട്ടു? കാണുന്നുണ്ട് തന്നെ, ചോട്ടിനെ കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങക്ക് അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ക്ലീനിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ ചേട്ടൻ കടയിൽ വന്നിട്ടുണ്ട്. ബാക്കി കൂടി വരുള്ളൂ. മേടിച്ചാ ചിക്കൻ വെച്ചെന്തുണ്ടാക്കണം? ഫ്രൈ മതിയാ? ഡ്രൈ ഫ്രൈ. മിഠായി ഉണ്ട് ഫ്രിഡ്ജില്. വീഡിയോ എടുക്കണ്ട. ഏതെങ്കിലും ഇട്ടാ പോലെ. ചോട്ടു ചോട്ടു ചിക്കൻ വെച്ച് എന്ത് കറി ഉണ്ടാക്കണം? ചോട്ടു അങ്ങനെ പണികൾ ഓരോന്ന് ചെയ്തോണ്ടിരിക്കാണ്. കഴിഞ്ഞിട്ടില്ല. ഇരിക്കട്ടെ, പേരൊക്കെ വൃത്തിയാക്കിയിട്ട് കുക്കിങ്ങിലേക്ക് കടക്കാം. അത് പിന്നെ കാണിച്ചെടുക്കാം. എന്താ നോക്കണേ? പോരെ ചോട്ടുനി? ഓയ്യോ, നന്നായിട്ട് കണ്ണെഴുതിയിട്ടുണ്ടല്ലോ. ഇതാണ് ചേട്ടൻ നിങ്ങൾ മുൻപത്തെ വീഡിയോയിലൊക്കെ കണ്ടു കാണും. തീരെ ചാടയില്ലാത്തോണ്ട് കുഴപ്പമില്ല. പിന്നെ ഇനി നമ്മള് പേരൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. നല്ല മഴ കേട്ടോ. അരി അടപ്പത്തിട്ടു. ഞങ്ങള് ചോറ് വെക്കുന്ന റൈസ് കുക്കറിലാണ്. അത് തിളക്കുമ്പോൾ അതിലേക്ക് ഇറക്കി വെക്കണം. പിന്നെ അതെ ചേട്ടൻ ചിക്കൻ കൊണ്ടുവന്നത് കഴുകണം.
ചുവപ്പല്ല പിങ്കാണ്. ബ്ലഡ് നല്ലോണം കുറച്ചേരം വെള്ളത്തിൽ ഇതിൽ തൂവലൊക്കെ എവിടെയും പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കണം. എന്താ പെടും. വെള്ളത്തിലൊക്കെ ഒരു തൂവല് കണ്ടിട്ടാണ്. വേണ്ടോ ഓരോ പീസ് എടുത്ത് നോക്കണം നല്ല കാണുള്ളൂ. അപ്പൊ കൊറേ പണി. അമ്മ കാലെനിക്കാണ്. ഇവിടെ ചിക്കൻ കറിനേക്കാട്ടിലും ഇഷ്ടം ഫ്രൈ ആണ്. പക്ഷെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ ഫ്രൈ ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ്. ഫ്രൈ അല്ല, ഡ്രൈ റോസ്റ്റ് എന്ന് പറയും. ഇഞ്ചിയും കുരുമുളക് കൂടുതലിട്ട് അപ്പൊ അതിന്റെ ടേസ്റ്റ് ഫ്രണ്ടിലേക്കും. അങ്ങനെ മാളൂന് ഏതാണ് ഇഷ്ടം? എനിക്ക് ഡ്രൈ ഫ്രൈയും ഇഷ്ടമാണ്, ഫ്രൈയും ഇഷ്ടമാണ്. ഫ്രൈ ആണ് ഇഷ്ടം. പക്ഷെ ഫ്രൈ അങ്ങനെ എപ്പോഴും കഴിക്കുന്നത് നല്ലതാണ്. സംഭവം ഞങ്ങൾ എപ്പോഴും ചിക്കൻ ഒന്നും വെക്കാറില്ല, എന്നാലും ഇവിടെ മാളൂനും ചോട്ടൂനും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇനി ചിക്കനാണ് ഇഷ്ടം. കുട്ടികൾക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും അത് തന്നെ ഇഷ്ടം. കുട്ടികളെ മാത്രം പറയണ്ട. പിന്നെ ചിക്കൻ പെട്ടെന്ന് വൃത്തിയാവാൻ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. എന്താ ഐഡിയ? കുറച്ച് വിനേഗർ, ഇതിപ്പോൾ കുറച്ചുള്ളൂ, അത് പെട്ടെന്ന് ഒഴിക്കണം. അതൊഴിച്ചിട്ട് വെച്ചോണ്ടിരിക്കരുത്, അപ്പം തന്നെ പുരട്ടുക. മണം ഇഷ്ടമല്ല മണം, പക്ഷെ പുളി മണം എനിക്ക് ഇഷ്ടമായിരുന്നു, കുഴപ്പമില്ല. പെട്ടെന്ന് പുരട്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ബ്ലഡും കാര്യങ്ങളൊക്കെ വേഗം പോയിട്ട് ചിക്കൻ നല്ല വൃത്തിയാവും. അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെയിട്ട് കഴുകേണ്ട ആവശ്യമില്ല. സാധാരണ അല്ലെങ്കിൽ നമ്മൾ കുറേ തവണ കഴുകേണ്ടി വരും, പിന്നെ ആ ബ്ലഡിൻ്റെ ഇത് പോവില്ല. കണ്ട കളർ പെട്ടെന്ന് ക്ലീൻ ആയത് കണ്ട. പിന്നെ ആ ബ്ലഡിൻ്റെ ആ ഒരു അംശം അങ്ങനെ വരില്ല. നമ്മൾ വിനേഗർ തീർന്നു മോളും അത് മേടിക്കണം. വിനേഗർ കുറേ കാര്യങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. ഞാൻ ഒരു വട്ടം നിങ്ങൾക്ക് വിനേഗർ എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു ഞങ്ങൾ അറിയാൻ പറ്റുള്ളവർക്കും, എന്നാലും നമ്മുടെ കുറേ പണികൾ എളുപ്പമാക്കുന്നൊരു സാധനമാണ് വിനേഗർ. പക്ഷെ നമ്മളത് തെങ്ങും ചൊറുക്ക വെച്ചിട്ട് അത് ചെയ്യരുത്, നമുക്ക് മുതലാവില്ല. ഇങ്ങനത്തെ ആസിഡ് ചൊറുക്കില്ലേ, ഇങ്ങനത്തെ സിന്തറ്റിക് വിനെഗർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്, അതിനധികം വിലയില്ല. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനും ഇതിനൊക്കെ ഇപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്യാനും വിളക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഇത് നല്ലതാണ്. പിന്നെ കുപ്പി ഗ്ലാസ്സൊക്കെ ഇങ്ങനെ കറ പിടിച്ചിരിക്കുമ്പോൾ ഇതിട്ടിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ക്ലീൻ ആവും. അപ്പം ഇത് തീർന്നു ഇനി മേടിക്കണം. അപ്പോൾ അത് കണ്ട, ചിക്കൻ ആണെങ്കിലും നോക്കിയേ, ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും പെട്ടെന്ന് ക്ലീൻ ആവും. കണ്ട ചിക്കൻ പെട്ടെന്ന് ക്ലീൻ ആയി. ഇനി നമുക്കിത് കറി വെക്കണം. പിങ്ക് കളറായിരുന്നു, ഇപ്പൊ ക്രീമായി. ശരിക്കും കാണുമ്പോ ക്രീമാ, പക്ഷെ വീഡിയോയിൽ കാണുമ്പോ ക്രീം പോലെ തോന്നുന്നു. ഞങ്ങൾക്ക് ഇന്ന് 3 കറിയുണ്ട്. 3 കറി വെച്ചാല് ഇന്നലെ ഞാൻ താളുകൊണ്ട് കർക്കിടക മാസമല്ലേ, താളുകൊണ്ട് സാമ്പാർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചിക്കൻ. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ്റെ കറി ആക്കാതെ ഡ്രൈ റോസ്റ്റ് പോലെ ആക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ പപ്പടം ഉണ്ട്, പപ്പടം വറുക്കാം. അപ്പം ഇന്ന് കുശല്ലേ, ഇപ്പം ഇന്ന് പഠിപ്പില്ലാത്ത ദിവസമാണ് മാളൂരി. പക്ഷേ 3 മണിക്ക് ട്യൂഷനുണ്ട്. തിങ്കളാഴ്ച തൊട്ട് മിഡ് ടൈം എക്സാം തുടങ്ങിയാണ്. അതുകൊണ്ട് ഇന്ന് ഡാൻസിന് ഞാൻ അതുകൊണ്ട് വിട്ടിട്ടില്ല മാളൂനെ. ഡാൻസ് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ മാളൂ ഡാൻസ് ക്ലാസ്സിൽ പോണ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ് മാളൂൻ്റെ ഡാൻസ് ക്ലാസ്. ബീച്ചിലാണ്. ടീച്ചറെ പരിചയപ്പെടുത്തി തരാം, മാളൂൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തരാം. എന്തേ അവർ കുറ്റം പറയും മാളൂൻ്റെ, അതുകൊണ്ട് മാളൂന് പേടി അതല്ലേ. അപ്പം ഡാൻസ് ബീച്ചിലാണ്, സ്നേഹതീരത്തല്ല, ചിലങ്ക ബീച്ചിലാണ്. പോകുമ്പോൾ ആ വീഡിയോയും പിന്നെ ഞങ്ങളുടെ ബീച്ചിലെ വീഡിയോ ഒക്കെ ഞങ്ങൾ പണ്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ബീച്ച് നല്ല സൂപ്പറാണ്, കാണാനുണ്ട്, ഡേഞ്ചറസുമാണ്.
അതുകൊണ്ട് അറപ്പയുടെ തോട് നല്ല രസം. അതൊക്കെ ഞങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു. ഒരു വീഡിയോ അല്ല, കുറേ വീഡിയോ എടുക്കാനുള്ള ഇതുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് തൽക്കാലം ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ എന്ന് പറയാൻ ഈ ഒരു ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കും. അത് ഞാൻ എങ്ങനെ വെച്ചാൽ ആദ്യം നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് റെസ്റ്റ് എടുക്കാം. ഈ വെച്ചേക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ടാൽ മതി. ഇപ്പോൾ വെച്ചാൽ കുരുമുളക് കൂടുതൽ ഇട്ടിട്ടാണ് ഞാൻ ഡ്രൈ ആക്കാൻ പോണത്. ഇപ്പൊ കുറച്ചിട്ടാൽ മതി, അതുകൊണ്ട് കുറേ ഇടണം. മാളുവിന് കുക്കിംഗ് ഒക്കെ അറിയാട്ടാണ് ഞാൻ വിചാരിക്കണം. മാളുവിന് അത്യാവശ്യം സാധനങ്ങളുടെ പേര്, മീൻ, പല വെറൈറ്റി മീനുകളുടെ പേര് ഒക്കെ മാളുവിനറിയാം. ചോട്ടും പഠിച്ചു വരുന്നുണ്ട്. ഇപ്പം അധികം ഉപ്പിടണ്ട, കുറച്ച് ഉപ്പിട്ടാൽ മതി. കുറെ കഴിയുമ്പോ നമുക്ക് കുറച്ചുപ്പ്, അത് കുറച്ച് കഴിയുമ്പോ കുറച്ചുപ്പ്, കുറെ കുരുമുളക് കൂടാ. നമുക്ക് എന്നിട്ട് ഇത് റെസ്റ്റ് എടുക്കാൻ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാം, നന്നായി കൊടുക്കണം. ഫ്രിഡ്ജിൽ താഴത്തെ തട്ട് വെച്ചത് പെട്ടെന്ന് ഇതാവും എന്ന് പറയുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യണം, അപ്പം ഞങ്ങളും അങ്ങനെ ചെയ്യണല്ലേ. എന്താണ് ഇതിൻ്റെ റീസൺ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ചെയ്യാം. ഇനിയും ചെയ്യാം. ആൾക്കാർ വീഡിയോ എടുക്കുന്നിടത്ത് എത്തിച്ചു നോക്കാൻ വന്നിട്ടുണ്ട്. കണ്ട, ഇതിന് വേറെ ഒന്നും ഞാൻ പറ്റിയിട്ടില്ല. നോക്കിയിട്ട് കാണിക്കേമാളോ ചോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മേ നന്നായി കുഴച്ചിട്ടുണ്ട്, പക്ഷെ വീഡിയോയിലൊന്നും കുഴച്ചിട്ട് കുറച്ച് മാത്രം മഞ്ഞപ്പൊടിയും കുരുമുളകും, അവന് കളർ ഉണ്ടായില്ല, കുറച്ചുള്ളൂ. അപ്പൊ ഇത് നമുക്ക് മൂടിയിട്ട്. അമ്മ ഈ പീസ് കാണാൻ സവോള പോലെ ഉണ്ട്. ഈ പീസ് കാണാൻ സവോള പോലെ ഉണ്ട്. ഇനി മൂടിയിട്ട് ഓഫാക്കി. അപ്പൊ ഇന്ന് നല്ല ഫ്രഷ് വേപ്പില ഇട്ടിട്ടുണ്ട്. വാങ്ങിയതാ? വേവിച്ചതാ. അപ്പൊ അവിടെ ആന്റിയുടെ വീട്ടിലുണ്ട്. ഷീജാന്റെ ഒക്കെ പൊട്ടിക്കാൻ പോകാറുണ്ട്. ഓക്കെ, പച്ചമുളകിന്റെ ഒക്കെ വലിപ്പം നോക്കി പിന്നെ എരിവുണ്ടാവുന്നോ അമ്മ? പച്ചമുളക് ഗായ്സ്, ഈ പച്ചമുളക് കണ്ടോ? ഈ പച്ചമുളക് കണ്ടിട്ട് പച്ചമുളകാണോ ക്യാപ്സിക്കത്തിന് നീളം കൂടി എത്ര ഉണ്ടാവും? വീഡിയോ എരിവുണ്ടാവാൻ സാധ്യതയുണ്ട്. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഗൈസ്, വീഡിയോ കാണുന്നവരല്ല ഒരു ക്യാപ്സിക്കത്തിന്റെ എത്രക്ക് ഉണ്ട്. നമ്മൾ ഇന്ന് ചിക്കന് ഡ്രൈ ആക്കി വെക്കുന്നത് സവാള ചേർത്തിട്ടല്ല, ചെറിയുള്ളി ചേർത്തിട്ടാണ്. അതുകൊണ്ടല്ലേ ഞാനിന്ന് ചെറിയുള്ളി നമുക്ക് കൂടുതൽ വേണം. മനസ്സിലായോ? നോക്കിയേ, ചെറിയുള്ളി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കുറച്ച് ചെറിയുള്ളി 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 ഉണ്ട്. ഏകദേശം ഇരുന്നോട്ടെ. ഒരു കുറച്ച് ഞാൻ അതിനെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഒരു പിടി മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട നല്ല വലുതാ. ഈ ചെറുതാട്ടെ ഇത്. ഇതൊക്കെ നോക്കിയിട്ട് സവാളുടെ അത്രക്കുണ്ട്. പിന്നെ രണ്ട് വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി പക്ഷെ ഇത് മുഴുവനും എടുക്കാൻ പറ്റില്ല നമുക്ക്. ഇതിന്റെ പകുതി മതി. ഇത് മുഴുവൻ വേണം. അത് പക്ഷെ ഞാൻ ഇത് മുഴുവൻ എടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഫുള്ള് നമുക്ക് കിട്ടില്ല. കണ്ടോ, അത് കംപ്ലൈന്റ് ഉണ്ട്. കുറച്ച് സാധനങ്ങൾ കേടുണ്ട്. സൈഡിലൊക്കെ കണ്ട പൊട്ടനൊക്കെ ഉണ്ട്. ഇതൊക്കെ പൊട്ടന. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത്ര അധികം വെളുത്തുള്ളിയുടെ ആവശ്യമില്ല. ഇനി ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, മുളക്, മസാല, രണ്ട് തക്കാളി വേണം. 2 തക്കാളി. പിന്നെ പുളിയാണത്. ഇഞ്ചി എടുത്തില്ല. പുളി ഇതെന്തൂട്ടാ? അത് പച്ചമുളക് മാത്രം. ബാക്കി പച്ചമുളകിൽ ഇട്ടൊക്കെ നമുക്ക് ഇഞ്ചി ഇത്ര ഞാൻ എടുത്തിട്ട് ഇതെടുക്കാം. നമുക്ക് ഇഞ്ചി ഇത്രക്ക് ഉണ്ട്. ഈ പച്ചമുളക് എടുത്ത് നമുക്ക് വെക്കാം. വേണ്ട, ഇത് നമുക്ക് എടുക്കാം. ഇതൊക്കെ ഞാൻ എടുക്കാം. ഇതിപ്പോ ഈ പാത്രത്തിൽ കൊണ്ടില്ല. എന്നാലും ഒടിച്ചൊക്കെ വെക്കും. ഇത് ഇതിനുണ്ടല്ലോ വണ്ണ അത്യാവശ്യം ക്യാപ്സിക്കത്തിന്റെ അത്രക്കുണ്ട്. നമുക്കിപ്പോ ഇത് മുഴുവൻ വേണ്ട. ഇല്ലാന്ന് വെച്ചാൽ ചിലപ്പോ എരിവുണ്ടെങ്കിൽ പണി കിട്ടും. ഞാൻ തിന്നോക്കട്ടെ. അത് നോക്കിയോ, ധൈര്യം തിന്നോ. വേപ്പിലൊക്കെ ഇങ്ങനെ കടിച്ച നീ വീഡിയോക്ക് വേണ്ടി വളർന്നും ചെയ്യും ഗൈസ്.
ഇങ്ങോട്ട് അമ്മ ഇത് മുഴുവൻ ഉണ്ടാട്ടോ അവരുടെ അടുത്ത് മാറ്റിയേ അവരുടെ അടുത്ത് മാറ്റി. ഇയാൾക്ക് അറിയോ വല്ലതും? ഇയാൾ വെറുതെ വർത്താനം പറയണ്ട. നോക്കിയേ, ഞാൻ വേപ്പിലേക്ക് ഇങ്ങനെ പിന്നിലാക്കി ഇട്ട് വെക്കും. അതപ്പം ഊരിട്ട് അതാകുമ്പോ പിന്നെ എടുത്ത് വാരി എടുത്താ മതി. ചില ആൾക്കാര് ഇവിടെ ഒന്ന് നോക്കിക്കുന്നുണ്ട്. കുളിക്കാൻ പോകുന്ന ആൾക്കാർക്ക് കുളിച്ചൂടെ? ഈ കുട്ടിയെ തൽക്കാലത്തേക്ക് ഈ ഇത്രം വെക്കണം മതി. ബാക്കി എടുത്ത് വെക്കാം. പല അപശബ്ദങ്ങളും കേൾക്കും. ഓ എന്ത് വലുതാണിത്. ഇത് ചെറുതായിട്ട് ഭയങ്കര ചെറുതാ. തിന്നാലോ വിചാരിക്കാം, പക്ഷെ അമ്മനെ ചിത്രം നല്ല. ഇത് അമ്മ, ഇത് കുട്ടി, ഇത് ഞാൻ, ഇതമ്മ. ഗൈസ് നല്ല ചൂണ്ടായിട്ട് സത്യം പറഞ്ഞ മുളകിൻ്റെ ഇതാണ് ഞാൻ കടിച്ചത്. ഉള്ളിയൊന്നും കടിച്ചോക്കിയിട്ട് കാര്യമില്ല, കാരണം എരിവില്ല. തക്കാളി എനിക്കിഷ്ടമാണ്, പക്ഷെ എരിവില്ല. ഞാൻ തൊട്ട് പൊടിയാടാ. അമ്മൊരു ഞങ്ങളിത് ക്ലീൻ ചെയ്തിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് കാണാം. ഓക്കെ ഏട്ടെ, നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കറിക്കുള്ളത്. ഫസ്റ്റ് നമുക്ക് പപ്പടം വറക്കാം. ചെറിയ പപ്പടം ആദ്യം വറക്കുന്ന പപ്പടം വറക്കണ വെളിച്ചെണ്ണ ബാലൻസ് വരും. അപ്പം നമുക്കത് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് പപ്പടം എടുക്കുക. പപ്പടം ഫുള്ളങ്ങോട്ട് കൊണ്ടുണ്ടാക്കാം. നമുക്ക് പാത്രത്തിൽ സ്ഥലം ഉണ്ടാവില്ല, ഇട്ടുണ്ട് ഒരു തുള ഇട്ടുണ്ട്. പപ്പടം വറക്കാം. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് അകലേക്കുള്ള നല്ലതായിരിക്കും. പറഞ്ഞിട്ടുള്ള എടുക്കാൻ പറ്റില്ല അല്ലേ? കൈ കിടക്കണ്. പോസ് ചെയ്തോ, പോസ് ചെയ്യട്ടെ. പപ്പടം വറുത്ത് കഴിഞ്ഞിട്ടാ. പപ്പടം വറുത്ത് കഴിഞ്ഞു. കുറച്ച് എണ്ണ ബാക്കി വന്നിട്ടുണ്ട്. ആ എണ്ണ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ വറുക്കാനായിട്ട് എടുക്കാം. ചിക്കൻ വറുക്കാനായിട്ട് നമുക്ക് ആദ്യം വറുക്കണം. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യില്ല കേട്ടോ. നമുക്ക് തക്കാളി, എന്തുട്ടമ്മത് എന്തുട്ടായിരുന്നു, ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക്, കറിവേപ്പില, ഈ സാധനങ്ങളാണ്. ഇതിലാണ് ഞാൻ ചിക്കൻ വെക്കുന്നത്. വളരെ പുരാതനമായൊരു പാത്രമാണ്. അതായത് നമുക്ക് നല്ല ഇടത്തിൽ കറി വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം എടുക്കുന്നത്. ചിക്കൻ വെക്കാൻ അവിയലൊക്കെ വെക്കാനത് ഉപയോഗിക്കാറുണ്ട്. തക്കാളി കട്ടുകൊണ്ടുപോയി ഈ കുട്ടി കയ്യെത്തിച്ചപ്പോൾ. ചിക്കന് വേണ്ടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഞാനപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ നോക്കിയപ്പോഴേ ഒരു 1/2 കിലോ അടുത്ത് ചെറിയ ഉള്ളി എടുത്തിട്ട് ഇത്ര ഉള്ളു. അപ്പം ഗ്രേവി വേണ്ട, ഡ്രൈ ആയിട്ട് എടുക്കുക. എന്നാലും കുറച്ച് ഗ്രേവി ഇങ്ങനെ പൊതഞ്ഞിരിക്കണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു 2 സവാളയും കൂടി എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞു വെച്ചു. ഇടത്തരം സവാള, പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു വലിയ ഞാൻ നേരത്തെ കാണിച്ച ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചു, 2 തക്കാളി, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ പപ്പടം വറുത്ത വെളിച്ചെണ്ണ നമുക്കൊരു കാര്യം ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ നമുക്ക് യൂസ് ആയി കളയേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന വെളിച്ചെണ്ണ വേറെ എടുക്കാം. ഇത് മതി. ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന ചിക്കൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു 2 തവണ എടുത്ത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം.
ഫ്രൈ പറഞ്ഞ പോലെ. ഞാൻ ഉദ്ദേശിക്കുന്ന ചില ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണ്ട, ഒരു കാൽ ഭാഗം മാത്രം വെന്താൽ മതി. അതിൻ്റെ ചിക്കൻ്റെ വെള്ളം ഒന്ന് പൊട്ടിച്ചോളണം, അത്ര മതി. എന്നിട്ട് ഞാനത് വാങ്ങും. അങ്ങനെ നമുക്കിത് മൊത്തം എടുത്തു വെക്കാം. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഉണ്ട് അടുപ്പിരിക്കുന്നത്. പിന്നെ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, ഇന്നലെ സാമ്പാർ വെച്ചാൽ അത് ഞാനെടുത്ത് ചൂടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. താളുകൊണ്ടുള്ള സാമ്പാർ, താവയുള്ളിൽ കിടക്കുന്നുണ്ട്, ചേമ്പും താളും. നല്ല രസമുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു. വേറെ കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല അതിൽ. 2 തക്കാളിയും പിന്നെ ഒരു 4 തണ്ട് താളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ചിക്കൻ മുഴുവനും അങ്ങനെ വറുത്തെടുക്കട്ടെ കേട്ടോ. കണ്ടോ, ഇത്ര ഒരു കാൽ ഭാഗം മാത്രം വെന്തിട്ടുള്ളൂ. അതിൻ്റെ വെള്ളം ഒന്ന് പൊട്ടിയിട്ടിട്ടുണ്ട്. അടുത്ത സെക്ഷൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ അവിടെ മറക്കുന്നത് ഞാനിതാണ്. അപ്പുറത്ത് ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ, കൊട ശരിയാക്കാൻ ആള് വന്നിട്ടുണ്ട്. ഒരു കൊടയും കൂടി ഉണ്ടായിരുന്നു ചേട്ടൻ. എടുത്തോണ്ട് മോള് അമ്മ ആ മറ്റേ കൊട എടുത്തോണ്ടെന്ന്. കൊട ഒരു കമ്പി ഒടിഞ്ഞു പോയി. ഇതിന്റെ മഴക്കാലത്ത് കൊടക്ക് കേടില്ലേ കമ്പി അതിന്റെ ഒടിഞ്ഞു. മാള് കുളിച്ചാ സുന്ദരിയായി. ചമ കുളിച്ചില്ലേ? എന്തിനു മഴയത്ത് പിന്നെ കുളിക്കും. ചിക്കൻ ഇവിടെ ഏകദേശമായി. ഇനി അത് കോരിയെടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് കറിയാക്കാം. മുഴുവൻ ചിക്കനും 2.5 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. ഇത് 2.5 മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത് ഇതെല്ലാം കൂടി ഇടണ്ട, ഓരോന്നോരോന്നായിട്ടിടാം. ആദ്യം ചുവന്നുള്ളി ഇട്ടിട്ട് വഴറ്റാം. ഇവിടെ കയറിയിരുന്നോട്ടെ. പച്ചമുളകും ചുവന്നുള്ളി മടിയാണ് ഇതാക്കാൻ. ഇഞ്ചിയും തക്കാളിയും പിന്നിടാം. സവോളയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല മണം. ഇവിടെ കയറിയിരിക്കും. എന്നിട്ട് ഇട്ടോ കയറി. നല്ല മണം. ഇപ്പം തന്നെ നല്ല മണം ഉണ്ടാ. ഈ മസാല കുറച്ച് കിടന്ന് വീഡിയോ വീഡിയോ എടുത്തിട്ട് ആവശ്യം.
നന്നായിട്ട് വഴന്നിട്ട് ഒരുവിധം വഴന്നിട്ട് നോക്കട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ സ്പീഡിലാവും. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ശരിക്ക് കാണിക്കണം കേട്ടോ മോളോ. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരുവിധമായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചേക്കും. ഞാൻ ശരിക്കും പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. എന്തിനാണെന്നറിയോ, ഈ പെരട്ടും ഇതുപോലെ ഡ്രൈ ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയുടെ ഒരു ചെറിയ കഷ്ണമൊക്കെ കടിക്കുന്ന ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമില്ല. കറിയിലാവുമ്പോൾ നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഗ്രേവി ആവുമ്പോൾ കുഴപ്പമില്ല. ഗ്രേവി അല്ലല്ലോ. ഇതിപ്പോൾ ചെറിയ ഉള്ളി കൂടുതലുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനാട്ടോ ഉണ്ടാക്കുന്നത്. അമ്മ വീഡിയോ എടുക്കാണ്. ജസ്റ്റ് ഒന്ന് മൂടിയേക്കാം, അപ്പോൾ പെട്ടെന്നാവും. ഓഫ് ചെയ്യട്ടെ? പോസ് ചെയ്താൽ മതി. ഓഫ് ചെയ്യാം. ഒരു നല്ല പുകയുണ്ട്. ആയിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ച് കൊടുക്കാം. അമ്മ നേരത്തെ പറഞ്ഞ അമ്മ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പച്ചമണം ഒന്ന് പോട്ടെ കേട്ടോ. ശരിക്ക് കാണിക്ക്, വീഡിയോഗ്രാഫർ പോരാ. ഇങ്ങനെ എടുത്താലും മതി. ഇങ്ങനെ എടുത്തവലെ ഫുള്ള് കാണൂല. അമ്മൂനെ സ്വകാര്യം പറയട്ടെ. തക്കാളി ഇട്ടു കേട്ടോ അതിൻ്റെ ഇടയിൽ. തക്കാളി കൂടെ ഇട്ടു. അധികം തക്കാളി ഒന്നും ഇടരുത്, ഒരു 2 തക്കാളി. 2 തക്കാളി. നമുക്ക് ഈ കറിക്ക് അധികം മധുരം ആവശ്യമില്ല, മധുരം പാടില്ല. സ്പൈസി കറിയാണ്. ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള കറിയാണ്. കുരുമുളകാണ് കൂടുതൽ. കുരുമുളകൊക്കെ ഇട്ട് വെക്കണം. സ്റ്റാൻഡ് എടുത്തിട്ട് വരട്ടെ. ഞങ്ങൾ സ്റ്റാൻഡ് വെച്ചിട്ട് സ്റ്റാൻഡിന് ഒരു ബലമില്ല, എന്തോ പ്രശ്നം ഉണ്ടാ സ്റ്റാൻഡിന്. ഈ ഫോണിന് കട്ടി കൂടുതൽ. സ്റ്റാൻഡിന് ഒരു പ്രശ്നമില്ല, ഫോണിന് കട്ടി കൂടുതലായിരുന്നാണ് പ്രശ്നമായത്. ഇത് വഴണ്ട് നന്നായിട്ട് നമ്മൾക്കില്ലേ മറ്റേ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി അധികം ചേർക്കില്ല കേട്ടോ. മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി. അമ്മ ഞാൻ പറയട്ടെ, അതെ നമുക്ക് മറ്റേ റിംഗ് ലൈറ്റ് ഒക്കെ ഉള്ളത് വാങ്ങാം. ഓണല്ലേ, ഈ കുറച്ച് മല്ലിപ്പൊടി കുറച്ച്. കൊറേ മല്ലിപ്പൊടി ഉണ്ടല്ലോ. ഇല്ല, ഒരു സ്പൂണോളം ഇത് മതി. ഇത് സാമ്പാറിന്റെ മണം. സാമ്പാറിന് വെള്ളം ഇപ്പൊ മാറി. എന്നിട്ട് നന്നായിട്ട് ക്ലാരിറ്റി കുറവാ വീഡിയോ. ഉണ്ട്. എന്തൊക്കെ പറയ്. വളർത്തിക്കൊണ്ടിരിക്കല്ലേ. എന്തൊക്കെയാണ് മാളുവിന്റെ സ്കൂളിലെ വിശേഷങ്ങള്? അയ്യോ അത് വേണ്ട. സ്കൂളിലെ വിശേഷം പറയാൻ ഇഷ്ടമല്ല അല്ലേ മാളുവിന്? ടീച്ചർമാരൊക്കെ കാണൂട്ടാ വീഡിയോ. മാളുവിന്റെ ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? സിരബി ടീച്ചർ. പിന്നെ വേറെ ടീച്ചേഴ്സ് ആരൊക്കെ ഉള്ളത്? ഹർഷ ടീച്ചർ, അനീഷ ടീച്ചർ, പിന്നെ ലാലി ടീച്ചറില്ല. അത്ര ടീച്ചറുള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഏത് ടീച്ചറായിരുന്നു? കഴിഞ്ഞ വർഷം ശ്വേത ടീച്ചർ. അമ്മയുടെ കൂട്ടുകാരത്തി അടുത്ത കൈ ടീച്ചർ. ശ്വേത ടീച്ചറും ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ അതിന് മുന്നേ ഏത് ടീച്ചറായിരുന്നു? അതിനു മുമ്പ് ഭാവന ടീച്ചർ, പപ്പയുടെ കൂട്ടുകാരൻ്റെ ഭാര്യ.
അതിനു മുമ്പുള്ള ടീച്ചറുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വേറെ സ്കൂളിലായിരുന്നു. അവിടെ കുറച്ച് ഞങ്ങളിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കാറ്. കാരണം വെച്ചാൽ എരിവ്, മുളക് പൊടിയുടെ എരിവ് ഇവിടെ പറ്റില്ലാർക്കും. അതുകൊണ്ട് ഒരു 2-2.5 സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട. നല്ല കളറുണ്ട്. എരിവുണ്ടാവില്ല, പേടിക്കണ്ട. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ വറക്കാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അധികം മഞ്ഞൾപ്പൊടി ഇട്ടില്ല. ഈ വീഡിയോ ആകെ എടുത്തു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ ഒരു വീഡിയോയുടെ പാർട്ട് മാത്രം 8:50 കുറേ സെക്കൻഡ് 8 മിനിറ്റ്. കുറച്ച് ചിക്കൻ മസാല, ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ടുള്ളൂ. മാഗി മസാലയുടെ മണം. ചിക്കൻ മസാല, മാഗി മസാലയുടെ മണം. പിന്നെ അതെല്ലാം കൂടെ ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഇതെല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അടിയിലൊക്കെ ഇങ്ങനെ പിടിക്കും. നല്ലോണം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇളക്കി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ട് കഴിയും. കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള അമ്മ കൊണ്ട് വെച്ചിട്ട് ഇതുകൊണ്ട് തന്നെ ഇനി അമ്മ ഇളക്കി കൊടുക്കാണ്. അത് കഴുകിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ട് അധികം അടി പിടിക്കും. കയ്യിലൊക്കെ കഴിച്ച് അപ്പൊ നല്ല കളറിൽ വരുന്നുണ്ട്. അതിൽ ഒഴിച്ച വെള്ളമൊക്കെ ഇപ്പൊ ഡ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. ഇനി കുരുമുളകൊക്കെ ചേർത്ത് കുറച്ച് കഴിയുമ്പോൾ ഇതൊരു ബ്രൗൺ കളറാവും. ഗരം മസാല ചേർക്കാം. ഗരം മസാല ചേർക്കും. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഗരം മസാല, കുറച്ച് കൊറേ തേക്കുണ്ടല്ലോ ഗരം മസാല. നല്ലോണം വഴറ്റിട്ടുണ്ട്. ഇനി നല്ല മണം വരുന്നുണ്ട്. ഞാൻ നേരത്തെ അവിടെ നിന്ന് ഓടി വന്നില്ല. ചിക്കൻ വറുക്കണ സ്മെല്ലിട്ടപ്പോ കറിയാ. കുരുമുളക് പൊടി ഇത്ര നേരം ഓണാക്കിയിട്ടുണ്ടായില്ല. പോണയില്ല. മുകളിലോട്ടൊക്കെ ആക്കി എടുത്തില്ല. ഇപ്പൊ അതിലും ഡാർക്ക് കളറായി. പച്ചക്കറി ചിക്കൻ നമുക്ക് അതിലേക്ക് ഇടാം. ഓ ചിക്കൻ നന്നായിട്ട് തട്ടിയിട്ട് മൂടി വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ നേരത്തെ വെള്ളം പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടി ചിക്കൻ ആണെങ്കിലും ഇനിയും ഇതിൽ നിന്ന് വരും കേട്ടോ. രാത്രിക്ക് ഉണ്ടാവോ അമ്മേ? പിന്നെ മറ്റന്നാൾക്കുണ്ടാവോ? ഓ മറ്റന്നാളാണ്. രാത്രി കഴിഞ്ഞാൽ നാളൊരു ദിവസം ഉണ്ട്. അപ്പൊ അത് മറന്നു. അയ്യോ, നാളേക്കുണ്ടാവോ? നോക്കട്ടെ. ഇപ്പൊ കഴിക്കണ പോലെ ഇരിക്കും. ലെഗ് തന്നെ വേണം കേട്ടോ. എനിക്ക് ലെഗ് തന്നെ വേണം. എനിക്ക് നിർബന്ധം. അമ്മ എത്ര മണിയാന്നറിയിപ്പോ? ഇപ്പൊ 1 മണിയായി. നമ്മളെ ക്ലോക്കില്ലേ, അതില് കൊറേ ദിവസമായി ഈ 4 എപ്പോഴാന്നറിയോ? കൊറേ ദിവസമായിട്ടും 4:20 കാണിച്ചോണ്ടിരിക്കുന്ന ഗൈസ്. ഞങ്ങളുടെ ക്ലോക്ക് എപ്പോഴും 4:20 തന്നെ ഇരിക്കുള്ളൂ. അവിടെ ഇരിക്കണല്ല, ആ ഭാഗത്തിരിക്കണല്ല ക്ലോക്ക് ചാവും. പോസേട്ടെ
ചന്ദ്രികയിൽ 16 കാർത്തനിയെ താരകുമേ. തേങ്ങ വേണോ? വേണ്ട. മധുരമുള്ള ഒറ്റമണ പറഞ്ഞ ചക്ക വേണം. ഇളക്കി കൊടുക്കണം. ടേസ്റ്റായ ഇപ്പോൾ പിന്നാറായ തേങ്ങ പൊതിക്കണം ചോട്ടു. ചോട്ടിന് തേങ്ങ ഇങ്ങനെ തിന്നുകൊണ്ട് കിടക്കണം. അതിന് ഇന്നിവിടെ തേങ്ങ എടുത്തിട്ടില്ലല്ലോ. ഗൈസ് വീഡിയോയില് നല്ല ബ്രൈറ്റ് ആയിട്ട് കണ്ടോ, പക്ഷെ ശരിക്കും നല്ല കടുപ്പ് കളറാ. ലെഗ് പീസൊക്കെ എന്താ സിമ്മിലിടാം. അടിയിൽ പിടിക്കാതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ലേശം കുറവാ. അമ്മ ഞാൻ പോട്ടെ, പിടിച്ചോളാം. കുറച്ചുകൂടി ഉപ്പ് തൂക്കിയ ഗൈസ്. കാർത്തനിയെ താരകമേ 16 ഒരു തരി കൂടി വെള്ളം ഒഴിക്കാം. നമുക്ക് തിന്നാലോ, ഫോണിൽക്കിടാം. അപ്പൊ നല്ല ഡിസ്റ്റ് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. ഇനി അത് ആ വെള്ളം കൂടി ഒന്ന് ഇരുന്ന് അമ്മച്ചിക്ക് കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാനത് ഒന്നുകൂടി എല്ലാ സൈഡിൽ നിന്നൊക്കെ ഇതൊരു ദിവസം നമ്മ ജിബിച്ചേട്ടനൊക്കെ വന്നപ്പോ ഉണ്ടാക്കിയതല്ലേ. ഏറ്റവും അവസാനം ഉണ്ടല്ലോ നമുക്ക് ദമ്പിലീനിടാ ഈ ചിക്കൻ കറി. നമ്മളെ വെള്ള ബൗളിൽ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഭംഗിക്ക് കറിവേപ്പിലകൾ ഇങ്ങനെ വെക്കുന്നത്. ഒരു സാധനം കൂടി ഞാൻ ഇടും. എന്തുട്ടാ ഏറ്റവും ലാസ്റ്റ് കുരുമുളക് പൊടി. അതിനകത്ത് കുറച്ച് പെരിഞ്ചീരകം. അതിങ്ങനെ കുറച്ച് നല്ല സ്മെല്ലും ഒരു അതിന്റെ മൂക്കാട് തന്നെ ഇരിക്കാം. പക്ഷെ എനിക്ക് ഇപ്പോഴും ചിക്കൻ ഏറെ നല്ല സ്മെല്ലുണ്ട്. 3 മണിയായി. കണ്ണിപ്പോയെന്തോ. ഒന്നുകൂടി തൂക്കി കൊടുത്തതൊന്ന് സെറ്റ് ഇരുന്ന് ഒന്നുകൂടി പറ്റി ഡ്രൈ ആയി അമ്മ കഴിഞ്ഞ ഞാന് എനിക്ക് ടേസ്റ്റ് നോക്കാം. ഓണാക്കട്ടെ അല്ലേണ്ട. കുഴപ്പമില്ലല്ലോ. ഇപ്പൊ കുറച്ച് എരിവുണ്ട്. ചോറ് കൂട്ടി തിന്നുമ്പോ ഉണ്ടാവില്ല. പക്ഷെ ഇത്ര എരിവ് വേണ്ടായിരുന്നു. വെറുതെ വെറുതെ തിന്നാൻ പറ്റില്ല. കൊറേ എരിവില്ലെങ്കിൽ കൊറേ ഇങ്ങനെ വെറുതെ തിന്നാലോ. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. ഞാൻ അതിൻ്റെ ഇടയിൽ സ്പൂണൊക്കെ നക്കുന്നുണ്ട്. ഒരു ചിക്കൻ്റെ വേവ് ഒന്ന് നോക്കണം. ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. അടച്ച് എല്ലാം അതുവരെ നോക്കിയതാ. ഒന്നുകൂടി വേവണം. ഞാൻ നന്നായിട്ട് അത് വറുത്തിട്ടുണ്ടായിരുന്നു. ഇതിലാണ്
കഴിഞ്ഞ് ബാക്കി വേവിരിക്കണം. അതിലേക്ക് ആ ഇതൊക്കെ പിടിക്കണം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിക്കും. ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കഴുകി കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ മതി. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഗ്യാസ് ഓഫ് ചെയ്തു. ഏതാണ്ട് ഇരുന്നോട്ടെ. അപ്പം നമ്മുടെ ചോറ് എന്തോന്ന് നോക്കാം. ചോറ് ഏകദേശം വെന്താണ്. വെന്തിട്ടുണ്ട്. ഊറ്റി നമ്മൾ ചോറ് ഊറ്റി വെക്കുന്ന പാത്രം ഇതാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്ക് ചിക്കൻ കറി, സാമ്പാർ, പപ്പടം ഇത്രയാണ്. ഇനി ഊണ് കഴിക്കുന്ന കാണിക്കാം കേട്ടോ. പറയണം. വീഡിയോ എടുക്കണ്ട ചേട്ടാ, യൂട്യൂബ് ചാനലിൽ ഇടാനാണേ. ആ ചേട്ടനൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ വീഡിയോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. ഫോൺ ഉണ്ടോ ഏട്ടൻ്റെ കയ്യിൽ? ആണോ? വീട്ടിൽ മക്കളുടെ കയ്യിലുണ്ടോ? അപ്പൊ ഒന്ന് പറഞ്ഞേക്ക്. മാളൂസ് വേണ്ടിട്ടാ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. ചേട്ടൻ്റെ പേരെന്താ? വീട് എവിടെയാണ്? ചാവക്കാടാ. ഇവിടെ നന്നാക്കൽ പുരോഗമിച്ചുകൊണ്ട് ഇവിടെ ഒരു മെഷീൻ ഉണ്ട്. അത് നന്നാക്കോ ചേട്ടൻ? ആ അറിയില്ല, കുറച്ച് പണി ഉണ്ട് അതിന്. നോക്കി ഒരാൾ തേങ്ങ അച്ഛമ്മനെ കൊണ്ട് കൊത്താക്കിച്ചിട്ടിരുന്ന് തിന്നെ നോക്കി. കൃമി വരും, കൃമി വയറ്റില്. തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങ ചേരണ്ടാൻ ഇവിടെ നിർത്തിയില്ല. ശരിയല്ലേ? ശരിയല്ലേ? അങ്ങനെയുണ്ട് ചിക്കൻ. അന്നേരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അത് ചോട്ടുവിൻ്റെ ചോറ്. എല്ലാവരും ഒന്ന് താഴത്തിരുന്ന് കഴിച്ചോ. അതാ കാറ്റത്തിരുന്ന് കഴിച്ചോ. എന്നതേ നമ്മുടെ ചോറ്. സാമ്പാർ വേണ്ടേ? എന്നാ ചോട്ടിരിക്കി, ചോട്ടിരുന്ന് കഴിക്കി. കാറ്റ് കൊണ്ടിരിക്കും ഇവിടെ. മതിയെങ്കിൽ ഇങ്ങോട്ട് തന്നോ പുറത്ത്, അല്ലെങ്കിൽ ഇത് മറിഞ്ഞു. ചോട്ടു കഴിക്ക്. ചോട്ടു ഓയ്യോ കണ്ട. അപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കാൻ. പപ്പയും മോളും കിടക്കുന്ന സാധനം ഉറങ്ങാൻ പോവാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കുള്ളൂ. ടാറ്റാ. പക്ഷെ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും.
ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സബ്സ്ക്രിപ്ഷൻ കുറവാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരും ബൈ.